നീ കണ്ട കാട്ടിലൊക്കെ നടന്ന് ഓരോന്ന് തിന്നണ്ടാട്ട തന്നെ നമുക്കറിയില്ല എനിക്കിങ്ങനെ റോഡിന്റെ സൈഡിലൊക്കെ പഴങ്ങളൊക്കെ തിന്നാണ് ശീലമുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒരു പ്രാങ്ക് കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത് കേട്ടോ. സൂയിസൈഡ് പിറാനിയ എന്നൊരു ഫ്രൂട്ടാണ് അത്. പിറാന സൂയിസൈഡ് പിറാനിയ. അതായത് ആ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിഷം അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണെന്നാണ് അവരിൽ പറയണേ. പക്ഷെ പേടിക്കാനില്ല, ഇത്രയും എമൗണ്ട് ഉള്ളിൽ ചെന്നാൽ മാത്രമാണ് ആ ഫ്രൂട്ടിന് ഇതുള്ളൂ. എടി ഇത്ര അതിനൊരു ഗ്രാമ് പറയണ്ട, ആ ഗ്രാമം ഒന്നും ഇവിടെ ചെന്നിട്ടില്ല. നീ അത് കുഞ്ഞു പഴുക്കാത്ത ഒന്ന് രണ്ടെണ്ണല്ലേ കഴിച്ചുള്ളൂ. 4 കഴിച്ചുള്ളൂ. ആ 4 വളരെ കുഞ്ഞിതാ, പൂർണ്ണ വലുപ്പത്തിലേക്ക് എത്തിയിട്ടില്ല. അവരിൽ പറഞ്ഞ ഒരു 500 ഗ്രാമിന്റെ അടുത്ത് അതിനുള്ളിൽ വരുന്നുണ്ടെന്ന്. അങ്ങനെ മരം നമുക്ക് കുട്ടികളൊന്നും പാടില്ല. ഇത് ഇവിടത്തെ ഓണം. അതിനെന്തിനാ നമ്മള് തിന്നാണ്ടിരുന്നാ പോരെ, അതവിടെ നിന്നോട്ടെ. എന്ത് മറ്റേത് പ്ലമ്മായിരിക്കും, പക്ഷെ ഈ സാധനത്തിന് മാത്രം പ്രോബ്ലം. ഈ പ്രശ്നം കഴിഞ്ഞ ആ പ്രശ്നം ഇതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നോട് ആര് കാട്ടിത്ത് പഴമൊക്കെ കഴിക്കാൻ പറഞ്ഞേ. ഞാൻ അപ്പനെ പറഞ്ഞാല് കാട്ടിത്ത് പഴം തന്നെ കഴിക്കില്ലേ എന്ന്. ഞാൻ പറഞ്ഞില്ല എന്ത് പോയിസണസ് അങ്ങനെ പാമ്പിന്റെ കയ പോലെ നിണ്ടെന്ന് പറഞ്ഞില്ല ഞാൻ. ഒന്നും കഴിക്കില്ല, ബാത്റൂമിൽ പോയി ടോയ്ലറ്റിൽ പോയി കളയണം അത്ര തന്നെ. അല്ലെങ്കിൽ വായിൽ കഴിച്ച് ശ്രദ്ധിച്ചു കളഞ്ഞോ. എന്തായാലും ഇപ്പൊ നിന്റെ വയറ്റിന്റെ അവിടെ വരെ എത്തിണ്ടാവുള്ളൂ. വയറിന്റെ അവിടെ എത്തി കഴിഞ്ഞ ഒരു 1 മണിക്കൂർ കഴിഞ്ഞാണ് ഇത് പ്രവർത്തിച്ചു തുടങ്ങുക. ഇത് കാണിക്കാന്ന്, സിംറ്റം കാണിക്കാന്ന്, സ്കിൻ അലർജി ആയിട്ട്. അതാണ് അതിന്റെ ഇത് വിഷമാണെന്ന് അറിയാനുള്ള ഇത്. അതാണ് അലർജി വരുന്നത്. സ്കിൻ നോക്കിയ പടം കിടക്കുകയല്ലേ കാര്യം ചർച്ച ചെയ്തെനിക്ക്. എന്റെ സ്റ്റീവൂട്ട സഞ്ചരിച്ച് ചാവാനെ പോണ എനിക്ക് അതിന്റെ അനുഷ അറിയില്ല. അവള് തിന്നുണ്ട്, അവള് 4 പഴം തിന്നണ്ടെന്ന്. ആ പഴം 4 എണ്ണം ഇത്ര ദിവസം അവനെ ചീത്ത പറഞ്ഞില്ലേന്ന്. അവ ചത്തോട്ടേന്ന്. എന്തായാലും ഈ നേരം ഒന്നും സംഭവിക്കാത്ത ഒന്നും സംഭവിക്കാന്ന് വിചാരിക്കാം. ഗ്രാമം ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര പ്രശ്നം ഉണ്ടാവും എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് സത്യമൊന്നും ആവില്ല. അത്രയധികം ചെല്ലണം വയറ്റിലേക്ക്. നീ അത്ര ഒന്നും തിന്നിട്ടില്ലല്ലോ. 4 കായല്ലേ തിന്നുള്ളൂ. 4 കായ തിന്നോണ്ടൊന്നും വരില്ല. ടെൻഷൻ അടിക്കണ്ട. ഞാൻ ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ, ഇനി ഒന്നും സംഭവിക്കില്ല. ഒരു സാരില്ല, പോട്ടെ, ഒന്നും ഉണ്ടാവില്ല. സാന അയ്യേ പറ്റിച്ചത് ഞാൻ. അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല, അങ്ങനെ എഴുതിയിട്ടില്ല. ഒരു പ്രശ്നവും ഇല്ല. അയ്യേ എടി ഞാൻ വെറുതെ പറഞ്ഞതാന്ന്. എടി ഈ ഇപ്പൊ ഞാൻ പറഞ്ഞൊക്കെ വെറുതെ പറഞ്ഞതാണ്. എന്റെ ദൈവം, ഞാൻ ഫോട്ടോ കാണിച്ചിട്ട് 1 മിനിറ്റ് ഇതിപ്പോ കാണിച്ചാ ഞാൻ ഫോട്ടോ കാണിക്കണ്ട. എടി ഇതൊരു പ്രാങ്കായിരുന്നു, സത്യമായിട്ട്. ഇല്ല ഇതൊരു പ്രാങ്കായിരുന്നു. അയ്യേ ഡി ഇതൊരു പ്രാങ്കായിരുന്നു. അയ്യേ സാധനം മുഖമൊക്കെ നോക്കിയേ കരഞ്ഞിട്ട് എങ്ങനെ വന്ന കുട്ടിയെ പുറത്തുനിന്ന്.